ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2020 മോഡൽ ഓഡിയുടെ A8 ആണ്. അപ്പോൾ ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് കൂളൻ്റ് ലീക്ക് സംബന്ധമായിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഈ വാഹനത്തിൽ കൂളൻ്റ് ലീക്ക് വന്നതെന്നൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുധീഷാണ്. ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിൻ പറയുകയാണെങ്കിൽ V6 സിംഗിൾ ടർബോ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ബെൽറ്റ് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ കൂളൻ്റ് ലീക്കിന് വേണ്ടിയിട്ട് നമ്മൾ റിപ്ലേസ് ചെയ്തിരിക്കുന്നത് വാട്ടർ പമ്പാണ്. ഇത് കണ്ടല്ലോ, നമ്മൾ പുതിയ വാട്ടർ പമ്പ് നമ്മൾ സുധീഷ് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാട്ടർ പമ്പ് അഴിക്കുന്ന T30യുടെ 4 സ്ക്രൂ ആണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ബെൽറ്റ് അഴിക്കുന്നതിന് ഒരു നാക്ക് ഉണ്ട്. ആ നാക്കിൽ കൂടെ മാത്രമേ നമുക്ക് അഴിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ വാഹനത്തിൽ 2 ബെൽറ്റാണ് വന്നിരിക്കുന്നത്. ഒന്ന് AC കംപ്രസറിനും ഒന്ന് ഓൾട്ടർനേറ്റർ റിലേറ്റഡ് ഉള്ള വാട്ടർ പമ്പൊക്കെ വേണ്ടിയിട്ട് ഒരു ബെൽറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പമ്പിനുള്ള ബെൽറ്റാണ്. അതിന് ഒറ്റ ടെൻഷനാണുള്ളത്. ഈ ഒരു ടെൻഷൻ കണ്ടല്ലോ, നമ്മൾ ഇവിടെയും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേമാതിരി തന്നെ മുകളിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലോക്ക് ചെയ്യുന്നതിന് ഒരു നാക്കുണ്ട്. ആ നാക്കിൽ കൂടെ മാത്രമേ നമുക്കത് ലോക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതെങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതേമാതിരി തന്നെ AC കംപ്രസറിൻ്റെ 2 ഐഡ്ലർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ 2 ഐഡ്ലറിൻ്റെ അകത്തും ടെൻഷനർ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബെൽറ്റ് അഴിക്കുന്നത്. അപ്പോൾ ഈ ബെൽറ്റ് അഴിക്കുന്നതിന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഓൾട്ടർനേറ്ററിൻ്റെയും വാട്ടർ പമ്പിൻ്റെയും ബെൽറ്റ് അഴിച്ചാൽ മാത്രമേ നമുക്കത് മാറാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം നമ്മളിപ്പോൾ വാട്ടർ പമ്പ് മാത്രമാണ് മാറാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബെൽറ്റ് ടെൻഷനർ ലോക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ഒറ്റ ടെൻഷനറാണുള്ളത്. അപ്പോൾ ഒരു ടെൻഷനർ നമ്മൾ ആദ്യം തന്നെ താഴോട്ട് കൊണ്ടുവരിക. അപ്പോൾ താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം താഴെയായിട്ട് ഒരു ഹോളുണ്ട്. ആ ഹോളിൽ പിന്നെ ലോക്ക് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ, ഇതേമാതിരി ലോക്ക് ചെയ്യുക, താഴോട്ട് കൊണ്ടുവന്ന് ലോക്ക് ചെയ്യുക. ഇനി അതേ ടെൻഷനർ തന്നെ വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് കറക്കുക, മുകളിലോട്ടാക്കിയിട്ട് കറക്കുക. കാരണം ഒന്ന് ഓപ്പോസിറ്റും ഒന്ന് അതിൻ്റെ തിരിച്ച് ഓപ്പോസിറ്റുമാണ്. ഇത് കണ്ടല്ലോ, ആദ്യം താഴോട്ടൊക്കെ ആക്കി കഴിഞ്ഞാലാണ് നമുക്ക് താഴത്തെ ലോക്ക് ചെയ്യുക. ഇനി അതിനുശേഷം അതേ ടെൻഷനർ തന്നെ മുകളിലോട്ട് ലോക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലും കൂടി ലോക്ക് ചെയ്യണം. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമുക്ക് ബെൽറ്റ് ഊരിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ മുകളിലോട്ടോ താഴോട്ടൊക്കെ എങ്ങനെ കറക്കി കഴിഞ്ഞാലും നമുക്കിത് അഴിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഒരു ടെൻഷനറിൻ്റെ അകത്തുള്ള ഒരു ഐഡ്ലർ ലോക്ക് ചെയ്യുക, അതിനുശേഷം മുകളിലത്തെ ഐഡ്ലർ ലോക്ക് ചെയ്യുക. അങ്ങനെ വേണം നമുക്ക് ഈ ബെൽറ്റ് ഊരിയെടുക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല ജർമ്മൻ വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവോ ആരെങ്കിലും ഇങ്ങനെയുള്ള മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഇതൊരു ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.